ഒരു സംയുക്തത്തിന്റെ IUPAC നാമം പെന്റ്-1 അയൻ എന്നാണ്. ഇവ ഉൾപ്പെടുന്ന ഹോമോലോഗസ് സീരീസിന്റെ പേരെന്ത്? ഈ സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതുക. ഈ തന്മാത്രാവാക്യമുള്ള ഒരു ജോഡി പൊസിഷൻ ഐസോമറുകളുടെ ഘടനാവാക്യങ്ങൾ എഴുതുക. 5 കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ഒരു ആൽക്കെയിന്റെ ഒരു ശാഖയുള്ളതും 2 ശാഖകളുള്ളതുമായ ചെയിൻ ഐസോമറുകളുടെ ഘടനാവാക്യങ്ങൾ എഴുതുക. 4 മാർക്കാണ് ഈ ക്വസ്റ്റിന് നമുക്ക് ലഭിക്കുന്നത്. കറക്റ്റായിട്ട് നമ്മൾ എഴുതാൻ. തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ ഒന്ന് എഴുതി നോക്കാം. ഒന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് പെന്റ്-1 അയൻ ഏത് ഹോമോലോഗസ് സീരീസിൽ ഉൾപ്പെടുന്നു? നമുക്കതിന് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് നമുക്കറിയാം. ഹോമോലോഗസ് സീരീസ് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഇവിടെ അയൻ എന്ന പ്രത്യയത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ആൽക്കൈൻ എന്ന ഹോമോലോഗസ് സീരീസിലാണ് നമുക്ക് ഈ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ലഭിക്കുന്നത്. ആൽക്കൈൻ ആൽക്കൈൻ എന്ന് പറയുമ്പോൾ ത്രിബന്ധനമുള്ള സംയുക്തമാണ്. രണ്ടാമത്തെ ചോദ്യം, ഈ സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതുക. നമുക്കറിയാം പെന്റ് എന്ന് പറയുമ്പോൾ 5 കാർബൺ ആറ്റമാണ് ഉള്ളത്. 5 കാർബൺ ആറ്റങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് എഴുതി ഓരോ കാർബൺ ആറ്റത്തിനും നമ്പർ കൊടുക്കണം. 1 2 3 4 5. 1 അയൻ എന്നാണ് തന്നിരിക്കുന്നത്. 1നും 2നും ഇടയിലാണ് നമുക്ക് ത്രിബന്ധനം വരുന്നത്. ത്രിബന്ധനം വരച്ചു. ഇനി അതിനുശേഷം നമുക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യാം. ഒന്നാമത്തെ കാർബൺ ആറ്റത്തിന് കൂടെ നമുക്ക് ഒരു ഹൈഡ്രജൻ എഴുതാം. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിന് കൂടെ 3 ബോണ്ടും 4 ബോണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഹൈഡ്രജൻ വേണ്ട. മൂന്നാമത്തെ കാർബൺ ആറ്റത്തിന് 2 4 2 5നും 3 ഹൈഡ്രജൻ ആറ്റം വേണം. മൂന്നാമത്തെ ചോദ്യമാണ് പൊസിഷൻ. ഒരു ജോഡി പൊസിഷൻ ഐസോമറുകളുടെ ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പൊസിഷൻ ഐസോമർ എന്ന് പറയുമ്പോൾ ഈ ത്രിബന്ധനത്തിന്റെ സ്ഥാനങ്ങൾ മാറി വരുന്നു. നമുക്ക് ഒന്ന് എഴുതി നോക്കാം. 5 കാർബൺ ആറ്റം ഉണ്ടായിരിക്കണം. അതിൽ ത്രിബന്ധനത്തിന്റെ സ്ഥാനമാണ് മാറി വരുന്നത്. ഒന്നാമത്തെ ആൻസർ നമുക്ക് CH ട്രിപ്പിൾ ബോണ്ട് CH2 CH3 എന്ന് എഴുതി. രണ്ടാമത്തെ ആൻസർ എന്തായിരിക്കും? ത്രിബന്ധനത്തിന്റെ സ്ഥാനമേ മാറേണ്ടതുള്ളൂ. CH3. 2നും 3നും ഇടയിലാണ് ത്രിബന്ധനം വന്നിരിക്കുന്നത്. അതിനനുസരിച്ച് ഹൈഡ്രജന്റെ എണ്ണങ്ങൾ ഇടാനായിട്ട് തെറ്റിക്കാതെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം കൃത്യമായിട്ട് എഴുതേണ്ടതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് 5 കാർബണുകൾ അടങ്ങിയ ഒരു ആൽക്കെയിന്റെ ഒരു ശാഖയുള്ളതും 2 ശാഖകളുള്ളതുമായ ചെയിൻ ഐസോമറുകളുടെ ഘടനാവാക്യങ്ങൾ എഴുതുക. ആൽക്കെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് സിംഗിൾ ബോണ്ടാണ് ഓരോ കാർബൺ ആറ്റത്തിനും ഇടയിൽ കാണാനായിട്ട് സാധിക്കുക. 5 കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ഒരു ആൽക്കെയിന്റെ ഒരു ശാഖ. അപ്പോൾ അതിലൊരു ബ്രാഞ്ച് നമുക്ക് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു ബ്രാഞ്ച് വരച്ചു. അതിനുശേഷം എണ്ണി നോക്കുമ്പോൾ 5 കാർബൺ ആറ്റം കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തന്നെ വേറെ ഒരു ചെയിൻ ഐസോമറാണ്. അതുകൊണ്ട് കാർബൺ ആറ്റത്തിന്റെ പൊസിഷനിലാണ് മാറ്റം വരുന്നത്. കാർബൺ ആറ്റങ്ങളുടെ ഘടനയിലാണ് മാറ്റം വരുന്നത്. CH3. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിനൂടെ നമുക്ക് 2 ബ്രാഞ്ച് 2 ശാഖകൾ കൊടുത്തു. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് 5 കാർബൺ ആറ്റം കാണാനായിട്ട് സാധിക്കും. എന്തായാലും ഈ ഒരു ചോദ്യം ഒന്നുകൂടെ നന്നായിട്ട് പഠിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ചോദ്യങ്ങൾ എഴുതാനായിട്ട് സാധിക്കും. അയൻ എന്ന് പറയുമ്പോൾ ആൽക്കൈൻ, ഹോമോലോഗസ് സീരീസ് എന്ന് പറയുമ്പോൾ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഇപ്പൊ നമുക്ക് പെന്റ്-1 അയൻ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി പെന്റ്-1 ഈൻ എന്ന് പറഞ്ഞാലും പെന്റെയിൻ എന്ന് പറഞ്ഞാലും ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 ഹോമോലോഗസ് സീരീസുകളിലും ഘടന എഴുതാനായിട്ട് സാധിക്കും.